അനിത മിസ് ആണേ. അപ്പൊ മക്കളെ, എത്ര കാലമായില്ലേ നമ്മളെല്ലാവരും ഒന്ന് പരസ്പരം കണ്ടിട്ട്. ഓണപരീക്ഷയും കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷയും കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ആനുവൽ എക്സാം ആണുള്ളത് അല്ലെ. അപ്പൊ ഈ ആനുവൽ എക്സാം നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ആക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, മുഴുവനായിട്ട് ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. വേഗം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പറയാം. കഥ പറയും വാഹനങ്ങൾ. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് നന്നായി അറിയും. നിങ്ങളുടെ ഇഷ്ടത്തോഴനാണ് ഞാൻ. ആരാണ് ഈ ഞാൻ? ആരാണ് ഞാൻ? യെസ്, നമ്മുടെ സ്വന്തം സൈക്കിളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സൈക്കിളിനെ പറ്റി പറയാനുണ്ടാവുക? നമുക്കൊന്ന് നോക്കാം. സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? നമ്മുടെ വീട്ടിലൊക്കെ സൈക്കിൾ ഉണ്ടോ? എല്ലാവരുടെ വീട്ടിലൊന്നും സൈക്കിൾ ഉണ്ടാവില്ല അല്ലെ. പക്ഷെ സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ്? ഒന്ന്, പണച്ചെലവില്ല. രണ്ടാമത്തേത്, വ്യായാമം ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേത്, കുട്ടികൾക്ക് പോലും ഓടിക്കാൻ സാധിക്കും. നാലാമത്തേത്, അവയ്ക്ക് ഇന്ധനം വേണ്ട. ഓക്കെ, അപ്പൊ സൈക്കിളിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സൈക്കിളിനെ പറ്റി കുറച്ച് വിവരണം എഴുതാൻ പറഞ്ഞാൽ അതെങ്ങനെ എഴുതുക? തിളങ്ങുന്ന കമ്പികളുള്ള എന്റെ ചക്രങ്ങൾ നോക്കൂ, കാണാൻ എന്തൊരു ചേലാണ്. സീറ്റ്, ബെല്ല്, പെഡൽ, ഹാൻഡിൽ, അങ്ങനെ പലതും എനിക്കുണ്ട്. ഓടിക്കാൻ പെട്രോൾ, ഡീസൽ എന്നിവയൊന്നും വേണ്ട എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഗുണം. ഓടിക്കാൻ പണച്ചിലവില്ല എന്ന് മാത്രമല്ല, സൈക്കിൾ ചവിട്ടുന്നത് നല്ല വ്യായാമവുമാണ്. നിരപ്പായ സ്ഥലങ്ങളിലൂടെ ഞാൻ സുഖമായി ഓടും. പെട്രോളും ഡീസലും ഇല്ലാത്ത കാലം വരട്ടെ, എല്ലാവരും എന്നെ തിരഞ്ഞു നടും. നിങ്ങൾ എല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം കേട്ടോ. അപ്പൊ സൈക്കിൾ നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് എന്താണ്, നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സൈക്കിളിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓട്ടോറിക്ഷനെ പറ്റിയും കൂടി കുറച്ച് കാര്യങ്ങൾ അറിയണം. ഓട്ടോനെ പറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? യെസ്, ഇവിടെ ഇതാ പോയിന്റ് എഴുതിക്കോ. എനിക്ക് 3 ചക്രങ്ങളുണ്ട് കേട്ടോ. എനിക്ക് 3 ചക്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട വാഹനമാണ്. ഗ്രാമത്തിലും പട്ടണത്തിലും എന്നെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഓടാൻ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ഗ്യാസോ വേണം. അപ്പൊ ഓട്ടോനെ പറ്റിയും സൈക്കിളിനെ പറ്റിയുമാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ ഓട്ടോനെ പറ്റി നേരത്തെ നമ്മുടെ സൈക്കിൾ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക? ഞാൻ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട വാഹനമാണ്. വലിയ വാഹനങ്ങൾക്ക് കയറാൻ കഴിയാത്ത ചെറിയ വഴികളിലൂടെ എനിക്ക് സഞ്ചരിക്കാനാവും. എനിക്ക് 3 ചക്രങ്ങളുണ്ട്. എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഡീസലോ അല്ലെങ്കിൽ ഗ്യാസോ വേണം. ഞാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ. ഓക്കെ, അപ്പൊ ഓട്ടോറിക്ഷനെ പറ്റിയും സൈക്കിളിനെ പറ്റിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വന്നാല് ഇനി എന്റെ മക്കൾക്ക് എഴുതാൻ പറ്റൂലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിൾ ആയിട്ട് എന്താണ്, നമുക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചാല് നമുക്ക് നല്ല മാർക്കോട് കൂടി ആനുവൽ എക്സാം സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ സ്വന്തം ചാനലിലുണ്ട്. എല്ലാവരും കാണണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.